Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാനും മമ്മിയും കൂടെ പുറത്തു പോകാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട്. അപ്പം അതിന് മുന്നേ അമ്മാമ്മയുടെ അടുത്ത് ചുമ്മാ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അമ്മാമ്മയുടെ അടുത്ത് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വിശേഷങ്ങൾ അമ്മാമ്മയുടെ അടുത്തും അമ്മാമ്മയുടെ വിശേഷങ്ങൾ തിരിച്ചും അങ്ങനെ കേട്ടൊക്കെ ഇരുന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. ആദ്യമായിട്ടാണ് ഞാനും മമ്മിയും മാത്രം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പുറത്ത് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി ഒരു റോറോ സർവീസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ആൻറ്റി ഉണ്ട്, മമ്മിയുണ്ട്, ഞാനുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് 3 പേർക്കുള്ള ടിക്കറ്റ് അവിടെ നിന്ന് തന്നെ എടുത്തു. ഈ ഒരു ഭാഗത്തായിട്ടാണ് റോറോ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള റോറോ ദൂരെ നിന്ന് വരുന്നത് കാണാം. അതാണ് നമുക്ക് പോകാനുള്ള റോറോ. ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. കാര്യം എത്ര തവണ കണ്ടതാണെങ്കിലും ഒരു മടുക്കില്ല, നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നും. റോറോ വന്നു, തിരക്കുണ്ടായെങ്കിൽ പോലും നമുക്ക് വേഗം തന്നെ അകത്തേക്ക് കയറാനൊക്കെ പറ്റി. അധികം ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. സൈഡിൽ കുറച്ച് പോർഷനേ ഉള്ളൂ. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് സമയം ഇരുന്നു. മമ്മിക്കാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മമ്മീനെ ഒളിച്ചിരിക്കുകയാണ് വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ കായലൊക്കെ എത്ര തവണ കണ്ടതാണെങ്കിലും എത്ര ഫോട്ടോ എടുത്തതാണെങ്കിലും വീണ്ടും വീണ്ടും കാണുമ്പോൾ വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നും. അത്ര ഭംഗിയാണ് ഈ ഒരു പ്രദേശമൊക്കെ കാണാൻ. ഞങ്ങൾ എന്നിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ടാണ് മമ്മിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ആൻറ്റി സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റിയുടെ അടുത്തെത്തി കുറച്ച് സമയം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. മമ്മിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായി. മമ്മി ഇപ്പം അങ്ങോട്ട് പോയിട്ട് കുറച്ച് നാളായി. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ സംസാരിച്ചിരുന്നിട്ടാണ് മമ്മിയുടെ വേറൊരു ഫ്രണ്ടും കൂടെ വന്നു. അങ്ങനെ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആൻറ്റി അവിടെ നിന്ന് ഉപ്പുമാവ് തന്നു, അതായത് ഗോതമ്പിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ട് കുരിയച്ചൻ്റെ നടയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുകയാണ്. ഓട്ടോയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇന്നെന്തോ അധികം തിരക്കുണ്ടായില്ല. ഇവിടെ വന്നപ്പോൾ ഒത്തിരി സമയം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. തിരിയൊക്കെ കത്തിച്ച് പൂമാലയൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൂമാലയൊക്കെ വെച്ച് ഒത്തിരി സമയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെ ആയിരുന്നു ഞങ്ങൾ ശരിക്കും വരേണ്ടിയിരുന്നത്, വെള്ളിയാഴ്ച. പക്ഷേ ഇന്നലെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര അധികം പ്രാർത്ഥിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം വെള്ളിയാഴ്ച ദിവസമാണ് ഇവിടുത്തെ പ്രത്യേക ദിവസം. അപ്പോൾ ഇന്ന് വന്നിട്ട് ശരിക്കും നന്നായി തോന്നി. സമാധാനമായിട്ട് ഞങ്ങൾക്ക് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. അവിടെ തന്നെ പള്ളിയുണ്ട്. അപ്പോൾ പള്ളിയിൽ കയറി ഞങ്ങൾ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാനും മമ്മിയും മാത്രമായിട്ട് ഞങ്ങൾ ആദ്യമാണ് പുറത്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ദിവസമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. എന്തൊക്കെയോ ഇനിയും ചെയ്യാനുണ്ടെന്ന് തോന്നി. ഞങ്ങൾക്ക് ബീച്ചിലൊക്കെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നേരം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ സമയം ഞങ്ങളെ അനുവദിച്ചില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയേനെ. ബീച്ചിൽ പോകാൻ പറ്റാത്തൊരു ചെറിയ സങ്കടം ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം, ഇത്ര വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പുറത്തു പോകുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും കമ്പനി ഒത്തിരി ഇഷ്ടമായിരുന്നു തോന്നണം. ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു. ഇനി എവിടെ പോകണം എന്നായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഫുൾ ഞങ്ങൾ രണ്ടുപേരുടെയും മൈൻഡിൽ. ഞങ്ങൾ അത് തന്നെ ആലോചിച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരുമിച്ച് പോകാനൊക്കെ. അപ്പോൾ ഇനിയൊരു യാത്രയിൽ വീണ്ടും കാണാം. ബൈ.